Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Billy was Mr. Johnson's son. ബില്ലി മിസ്റ്റർ ജോൺസന്റെ മകനായിരുന്നു. His parents allowed him to do whatever he wanted. ഹിസ് പാരൻസ് അവൻ്റെ മാതാപിതാക്കൾ അലൗഡ് അനുവദിച്ചിരുന്നു ഹിം അവനെ ടു ഡു ചെയ്യാൻ വാട്ടെവർ ഹി വാണ്ടഡ് അവൻ എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്യാൻ അവൻ്റെ മാതാപിതാക്കൾ അവനെ അനുവദിച്ചിരുന്നു. ബില്ലി ഹാഡ് ദെർഫോർ ബിക്കം എക്സ്ട്രീംലി നോട്ടി ആൻഡ് സ്പോയിൽഡ്. അക്കാരണത്താൽ ബില്ലി തികച്ചും വികൃതിയായവനും വഷളായവനും ആയി മാറി. ബില്ലി ഹാഡ് ബിക്കം എന്നാൽ ബില്ലി ആയിത്തീർന്നു എന്നുള്ള അർത്ഥമാണ്. ദെർഫോർ എന്നാൽ ആ കാരണത്താൽ അവൻ്റെ മാതാപിതാക്കൾ അവനെ എല്ലാം ചെയ്യാൻ സമ്മതിക്കുമായിരുന്നു. ആ കാരണം. എക്സ്ട്രീംലി എന്നാൽ വളരെ അധികം, തീർച്ചയായും, അങ്ങേയറ്റം, ഇതൊക്കെയാണ് അർത്ഥം. നോട്ടി എന്നാൽ വികൃതിയായ, താന്തോന്നിയായ, പോക്കിരിയായ, ഇതൊക്കെയാണ് അർത്ഥം. സ്പോയിൽ എന്നാൽ കൊഞ്ചിച്ച് വഷളാക്കുക, കേടുവരുത്തുക, മലിനമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബില്ലി നെവർ ക്ലീൻഡ് അപ്പ് ഹിസ് റൂം. ഹിസ് ടോയ്സ് ലിറ്റേർഡ് ദ ഹൗസ്. ബില്ലി നെവർ ക്ലീൻഡ് അപ്പ്. ബില്ലി ഒരിക്കലും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹിസ് റൂം അവൻ്റെ റൂം. ഹിസ് ടോയ്സ് അവൻ്റെ കളിപ്പാട്ടങ്ങൾ. ലിറ്റർ എന്നാൽ അലങ്കോലമാക്കുക എന്നുള്ള അർത്ഥമാണ്. ചപ്പുചവറുകളോ സാധനങ്ങളോ നിരത്തിലിട്ട് അലങ്കോലമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അവൻ്റെ കളിപ്പാട്ടങ്ങൾ വീട് അലങ്കോലമാക്കി. ഹിസ് മദർ ഹാഡ് ടു മേക്ക് ഹിസ് ബെഡ്, ഡ്രസ് ഹിം ഫോർ സ്കൂൾ ആൻഡ് പാക്ക് ഹിസ് സ്കൂൾ ബാഗ് എവരി ഡേ. ഹിസ് മദർ ഹാഡ് ടു മേക്ക് ഹിസ് ബെഡ്. മേക്ക് ബെഡ് എന്നാൽ ബെഡിലെ ഷീറ്റുകൾ, ബ്ലാങ്കറ്റുകൾ, ഇതൊക്കെ തയ്യാറാക്കി വെക്കുക. അതൊക്കെ അവൻ്റെ അമ്മക്ക് ചെയ്യേണ്ടി വന്നു. ഹിസ് മദർ ഹാഡ് ടു മേക്ക് ഹിസ് ബെഡ്. ഡ്രസ് ഹിം ഫോർ സ്കൂൾ അവനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അവനെ വസ്ത്രം അണിയിക്കുന്നു. ആൻഡ് പാക്ക് ഹിസ് സ്കൂൾ ബാഗ് എവരി ഡേ. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവൻ്റെ ബാഗിലേക്കുള്ള സാധനങ്ങൾ അവൻ്റെ അമ്മ വയ്ക്കുന്നു. ബിക്കോസ് ബില്ലി വുഡ് നോട്ട് ഡു എനി ഓഫ് ദീസ് തിങ്സ് ഹിംസെൽഫ്. കാരണം ബില്ലി ഈ കാര്യങ്ങളൊന്നും തനിച്ച് ചെയ്യുമായിരുന്നില്ല. He piled things onto his plate and then wasted the food. He piled things. പയൽ എന്നാൽ കൂട്ടി വയ്ക്കുക, കൂമ്പാരം കൂട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. അവൻ വസ്തുക്കൾ അവൻ കൂമ്പാരം കൂട്ടി വച്ചു. ഓൺ ഹിസ് പ്ലേറ്റ് അവൻ്റെ പാത്രത്തിൽ. ആൻഡ് വേസ്റ്റഡ് ദ ഫുഡ് ഭക്ഷണം പാഴാക്കുമായിരുന്നു. He threw tantrums if his parents tried to correct him. ത്രോ ടാൻട്രം എന്നതിൻ്റെ പാസ്റ്റാണ് ത്രൂ ടാൻട്രം. ത്രോ ടാൻട്രംസ് എന്നാൽ ദേഷ്യം പിടിച്ചതുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. വേണ്ടാത്ത വാക്കുകൾ, വേണ്ടാത്ത പ്രവൃത്തികൾ, ഇതൊക്കെയാണ്. അത് ചെയ്യുമായിരുന്നു. ഇഫ് ഹിസ് പാരൻസ് ട്രൈഡ് അവൻ്റെ മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ, ടു കറക്റ്റ് ഹിം അവനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അവനെ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ അവൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. വേണ്ടാത്ത വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു. ഇഫ് ബില്ലി ഡിഡ് എനിത്തിങ് നാസ്റ്റി ഓർ സ്റ്റുപ്പിഡ് ഹി വാസ് നോട്ട് ചെക്ക്ഡ്. ബില്ലി മോശമായതോ അവിവേകമായതോ എന്തെങ്കിലും ചെയ്താൽ അവനെ ശാസിക്കുമായിരുന്നില്ല. ഇഫ് ബില്ലി ഡിഡ് എന്നാൽ ബില്ലി ചെയ്താൽ എന്നുള്ള അർത്ഥമാണ്. എനിത്തിങ് എന്നാൽ എന്തെങ്കിലും. നാസ്റ്റി എന്നാൽ മോശമായ പ്രവൃത്തി. സ്റ്റുപ്പിഡ് എന്നാൽ അവിവേകമായത്. ചെക്ക് എന്നാൽ ഇവിടെ ശാസിക്കുക എന്നുള്ള അർത്ഥമാണ്. ശാസിക്കുക, ചെറുക്കുക, തടയുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി വാസ് നോട്ട് ചെക്ക്ഡ് അവനെ നിയന്ത്രിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ അവനെ ശാസിക്കുമായിരുന്നില്ല, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് പാരൻസ് വേർ സ്കയേർഡ് ഓഫ് ഹേർട്ടിങ് ഹിം. അവനെ ഉപദ്രവിക്കാൻ അവൻ്റെ മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നു. സ്കയർ എന്നാൽ ഭയപ്പെടുക. ഹേർട്ട് എന്നാൽ ഉപദ്രവിക്കുക, ഇവിടെ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്താണ്, അവനെ ശിക്ഷിക്കാൻ അവൻ്റെ മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നു. ഇഫ് ബില്ലി വാസ് അപ്സെറ്റ് ഹി വുഡ് സൾക്ക് ഫോർ ഡേയ്സ്. ഇഫ് ബില്ലി വാസ് അപ്സെറ്റ്
ബില്ലി നിരാശ. ഹി വുഡ് സൾക്ക്. സൾക്ക് എന്നാൽ വെറുപ്പ് കാട്ടുക, നീരസം കാട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. അവൻ നീരസം കാണിക്കുമായിരുന്നു. ഫോർ ഡേയ്സ് എന്താണ് ദിവസങ്ങളോളം അവൻ നീരസം കാണിക്കുമായിരുന്നു. അവൻ അപ്സെറ്റായി കഴിഞ്ഞാൽ. വൺ ഡേ ബില്ലീസ് ഗ്രാൻഡ് മദർ കെയിം ടു സ്റ്റേ വിത്ത് ദം. വൺ ഡേ ഒരു ദിവസം, ബില്ലീസ് ഗ്രാൻഡ് മദർ ബില്ലിയുടെ മുത്തശ്ശി, കെയിം ടു സ്റ്റേ വിത്ത് ദം അവരുടെ കൂടെ താമസിക്കാൻ വന്നു. കെയിം എന്നാൽ വന്നു, സ്റ്റേ എന്നാൽ താമസിക്കുക, വിത്ത് ദം അവരുടെ കൂടെ. ഷീ ബ്രോട്ട് ഗിഫ്റ്റ്സ് ഫോർ എവരി വൺ. ഷീ അവൾ, മുത്തശ്ശി, ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു, ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്, കൊണ്ടുവന്നു. ഗിഫ്റ്റ് എന്നാൽ സമ്മാനം, ഇഷ്ടദാനം, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ് അവൻ്റെ മുത്തശ്ശി ഉപഹാരങ്ങൾ കൊണ്ടുവന്നു. ഫോർ എവരി വൺ എല്ലാവർക്കും. ബട്ട് ഷീ വാസ് വെരി അപ്സെറ്റ് ആൻഡ് ആൻഗ്രി വെൻ ഷീ സോ ബില്ലീസ് ബിഹേവിയർ. ബട്ട് പക്ഷേ, ഷീ വാസ് വെരി അപ്സെറ്റ് മുത്തശ്ശി വളരെ നിരാശയായി, ആൻഡ് ആംഗ്രി വളരെ ദേഷ്യപ്പെടുകയും ചെയ്തു. വെൻ ഷീ സോ മുത്തശ്ശി കണ്ടപ്പോൾ, ബില്ലീസ് ബിഹേവിയർ എന്നാൽ പെരുമാറ്റം, ബില്ലിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ മുത്തശ്ശി വളരെ അപ്സെറ്റ് ആവുകയും ചെയ്തു, അതുപോലെ ദേഷ്യപ്പെടുകയും ചെയ്തു. ഷീ ഡിസൈഡഡ് ദാറ്റ് ബില്ലി മസ്റ്റ് ബി ടോട്ട് ഹൗ ടു റെസ്പെക്റ്റ് എവരി വൺ. ഷീ അവൾ, മുത്തശ്ശി, ഡിസൈഡഡ് തീരുമാനിച്ചു, ദാറ്റ് ബില്ലി മസ്റ്റ് ബി ടോട്ട് എന്താണ് ബില്ലിയെ തീർച്ചയായിട്ടും പഠിപ്പിക്കണം. ടീച്ച് എന്നതിൻ്റെ പാസ്റ്റാണ് ടോട്ട്, മൂന്നാമത്തെ രൂപവും ടോട്ട് എന്നാണ്. ബില്ലി മസ്റ്റ് ബി ടോട്ട് ബില്ലിയെ തീർച്ചയായിട്ടും പഠിപ്പിക്കണം, അല്ലെങ്കിൽ ബില്ലി പഠിക്കണം. ഹൗ ടു റെസ്പെക്റ്റ് എവരി വൺ എല്ലാവരെയും എങ്ങനെയാണ് ബഹുമാനിക്കുക എന്നുള്ളത് അവൻ പഠിക്കണം. ആൻഡ് ഓൾസോ ടു ഡു ഹിസ് വർക്ക് ഹിംസെൽഫ് അവൻ്റെ ജോലി സ്വയം അവൻ തന്നെ ചെയ്യുകയും വേണം. ഷീ ഹാഡ് എ ടോക്ക് വിത്ത് ഹിസ് പാരൻസ് ആൻഡ് ദേ മെയ്ഡ് എ പ്ലാൻ. ഷീ ഹാഡ് എ ടോക്ക് വിത്ത് ഹിസ് പാരൻസ് മുത്തശ്ശി അവൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു. ആൻഡ് ദേ മെയ്ഡ് എ പ്ലാൻ അവർ ഒരു പദ്ധതി ഉണ്ടാക്കുകയും ചെയ്തു. ദ നെക്സ്റ്റ് ഡേ നോ വൺ വോക്ക് ബില്ലി അപ്പ് ഫോർ സ്കൂൾ. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം, നോ വൺ വോക്ക് ബില്ലി അപ്പ് ഫോർ സ്കൂൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബില്ലിയെ ആരും ഉണർത്തിയില്ല. നോ വൺ എന്നാൽ ഒരാളുമില്ല എന്നുള്ള അർത്ഥമാണ്, ഒരാളും ചെയ്തില്ല എന്നുള്ള അർത്ഥമാണ്. വെയ്ക്കപ്പ് എന്നതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്. വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണർത്തുക, ഉറക്കമുണരുക, ഇതൊക്കെയാണ് അർത്ഥം. ഉറക്കമുണർത്തിയില്ല. ഹീ സഡൻലി അവോക്ക് ആൻഡ് ഫൈൻഡിങ് ഹി വാസ് ലേറ്റ് ഹീ ബിഗാൻ ടു യെൽ അറ്റ് ഹിസ് മദർ. ഹി അവൻ, സഡൻലി പെട്ടെന്ന്, അവോക്ക് എഴുന്നേറ്റു, ഉറക്കമുണർന്നു. ആൻഡ് ഫൈൻഡിങ് ഹി വാസ് ലേറ്റ് അവൻ വൈകിയെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഹി ബിഗാൻ അവൻ ആരംഭിച്ചു, ടു യെൽ ആക്രോശിക്കാൻ ആരംഭിച്ചു, അറ്റ് ഹിസ് മദർ അവൻ്റെ അമ്മയോട് അവൻ ആക്രോശിക്കാൻ ആരംഭിച്ചു. യെൽ എന്നാൽ ആക്രോശിക്കുക, ബിഗാൻ എന്നാൽ ആരംഭിച്ചു. ദെൻ ഹി സോ ദാറ്റ് ഹിസ് ബാഗ് വാസ് നോട്ട് പാക്ഡ്. ദെൻ പിന്നീട്, ഹി സോ അവൻ കണ്ടു, ദാറ്റ് ഹിസ് ബാഗ് വാസ് നോട്ട് പാക്ഡ് അവൻ്റെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവന് സ്കൂളിലേക്ക് പോകേണ്ട വസ്തുക്കൾ അതിൽ വച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീട് അവൻ കണ്ടു. നോർ വാസ് ഹിസ് യൂണിഫോം കെപ്റ്റ് റെഡി ഓൺ ഹിസ് ബെഡ്. ബെഡിൽ അവൻ്റെ യൂണിഫോം റെഡിയാക്കി വച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതും അവൻ കണ്ടു. നോർ എന്നാൽ അതുമില്ല, ഇതുമില്ല എന്നുള്ള. സ്കൂളിലേക്ക് പോകാനുള്ള വസ്തുക്കൾ ബാഗിൽ വച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എന്താണ്, യൂണിഫോം ബെഡിൽ അതും റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ്. ഹി റാൻ അറൗണ്ട് ഗെറ്റിംഗ് ഡ്രസ്ഡ് സ്റ്റഫ്ഡ് ഹിസ് ബുക്സ് ഇൻ ടു ഹിസ് ബാഗ്. ഹി റാൻ അറൗണ്ട് അവൻ ചുറ്റുപാടും ഓടി, ഗെറ്റിംഗ് ഡ്രസ്ഡ് എന്താണ് വസ്ത്രം അണിഞ്ഞു. സ്റ്റഫ് എന്നാൽ നിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. സ്റ്റഫ്ഡ് നിറയിച്ചു, ഹിസ് ബുക്സ് അവൻ്റെ പുസ്തകങ്ങൾ, ഇൻ ടു ഹിസ് ബാഗ് എന്താണ് അവൻ്റെ ബാഗിലേക്ക് അവൻ്റെ പുസ്തകങ്ങൾ അവൻ ഇട്ട് വച്ചു.
grabbed a sandwich and ran to catch the bus. ഗ്രാബ് എന്നാൽ ഇവിടെ എടുത്തു എന്നുള്ള അർത്ഥമാണ്. അവൻ പെട്ടെന്ന് തന്നെ ധൃതിയിൽ എടുത്തു എ സാൻഡ്വിച്ച്, ഒരു സാൻഡ്വിച്ച്. ആൻഡ് റാൻ എന്താണ്, അവൻ എടുത്ത്, റാൻ ഓടി. ടു ക്യാച്ച് ദ ബസ് എന്താണ്, ബസ് പിടിക്കാൻ അവൻ ഓടി. വെൻ ഹി കെയിം ഹോം ഹി ഫൗണ്ട് ഗ്രാനി ചാറ്റിംഗ് വിത്ത് ദ നെയ്ബർ. വെൻ ഹി കെയിം ഹോം അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ, ഹി ഫൗണ്ട് അവൻ കണ്ടു, ഗ്രാനി ചാറ്റിംഗ് ഗ്രാനി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഗ്രാനി എന്നാൽ മുത്തശ്ശി എന്നുള്ള അർത്ഥമാണ്. വിത്ത് ദ നെയ്ബർ അയൽവാസിയുമായിട്ട് എന്താണ്, മുത്തശ്ശി സംസാരിക്കുന്നതായിട്ട് അവൻ കണ്ടു. ചാറ്റ് എന്നാൽ നർമ്മസല്ലാപം, സംസാരം, ഇതൊക്കെയാണ് അർത്ഥം. അതും ഇതും പറയുക. മമ്മി ഹാഡ് ഗോൺ ഷോപ്പിംഗ് മമ്മി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഹീ തോട്ട് ഹൗ കുഡ് ദേ ഇഗ്നോർ മീ ഹീ തോട്ട് അവൻ മനസ്സിൽ വിചാരിച്ചു. ഹൗ കുഡ് ദേ ഇഗ്നോർ മീ അവർക്ക് എങ്ങനെ എന്നെ അവഗണിക്കാൻ സാധിച്ചു. ഇഗ്നോർ എന്നാൽ അവഗണിക്കുക, തിരസ്കരിക്കുക, വകവയ്ക്കാതിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വെൻ മമ്മി കെയിം ഹോം ഷീ കോൾഡ് ഔട്ട്. വെൻ ആ സമയത്ത്, മമ്മി കെയിം ഹോം മമ്മി വീട്ടിലേക്ക് വന്ന സമയത്ത്, ഷീ കോൾഡ് ഔട്ട് അവൾ വിളിച്ചു പറഞ്ഞു, അമ്മ വിളിച്ചു പറഞ്ഞു. ബില്ലി ദ മിൽക്ക് ആൻഡ് സാൻഡ്വിച്ച് ആർ ഓൺ ദ ടേബിൾ ബിഫോർ ഷീ വെൻറ്റ് ഓൺ വിത്ത് ഹെർ വർക്ക്. ബില്ലി ദ മിൽക്ക് ആൻഡ് സാൻഡ്വിച്ച് ആർ ഓൺ ദ ടേബിൾ. ബില്ലി സാൻഡ്വിച്ചുകളും പാലും മേശപ്പുറത്തുണ്ട്. ബിഫോർ ഷീ വെൻറ്റ് ഓൺ വിത്ത് ഹെർ വർക്ക് അമ്മ അവളുടെ ജോലിയിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് അവനോട് വിളിച്ചു പറഞ്ഞു, എന്താണ്, പാല് അതുപോലെ സാൻഡ്വിച്ചുകളും മേശപ്പുറത്തുണ്ട് എന്നുള്ളത്. ബില്ലി ഡിഡിൻറ്റ് ബോദർ ടു ഡ്രിങ്ക് ദ മിൽക്ക്. ബില്ലി പാൽ കുടിക്കാൻ ഉദ്ദേശിച്ചില്ല. ഐ വിൽ ഷോ ദം ഹൗ ഡയർ ദേ നെഗ്ലെക്റ്റ് മീ ലൈക്ക് ദിസ് ഹീ തോട്ട്. ഐ വിൽ ഷോ ദം ഞാൻ അവരെ കാണിക്കും, അതല്ലെങ്കിൽ ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും, ഇതൊക്കെയാണ് അർത്ഥം. ഹൗ ഡയർ ദേ നെഗ്ലെക്റ്റ് മീ ലൈക്ക് ദിസ് എന്നെ ഇതുപോലെ അവഗണിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു. ഹൗ ഡയർ ദേ എന്നാൽ അവർ എങ്ങനെ ധൈര്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഡയർ എന്നാൽ ധൈര്യപ്പെടുക. നിഗ്ലെക്റ്റ് എന്നാൽ അവഗണിക്കുക. ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ. ഹീ തോട്ട് അവൻ മനസ്സിൽ വിചാരിച്ചു. ഹീ പ്ലേഡ് ഫുട്ബോൾ ബ്രേക്കിംഗ് 2 ഫ്ലവർ പോട്ട്സ് ആൻഡ് സ്പോയിലിംഗ് എ ഫ്ലവർ ബെഡ് ടു. ഹീ പ്ലേഡ് ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിച്ചു. ബ്രേക്കിംഗ് പൊട്ടിക്കുന്നു. 2 ഫ്ലവർ പോട്ട്സ് 2 പൂച്ചട്ടികൾ അവൻ പൊട്ടിക്കുന്നു. ആൻഡ് സ്പോയിലിംഗ് എ ഫ്ലവർ ബെഡ് ടു ഒരു ഫ്ലവർ ബെഡും അവൻ കേടുവരുത്തുന്നു. വെൻ പപ്പ കെയിം ഹോം ഹീ ലുക്ക്ഡ് അറ്റ് ദ ഗാർഡൻ ആൻഡ് സെഡ്. വെൻ പപ്പ കെയിം ഹോം പപ്പ വീട്ടിലേക്ക് വന്നപ്പോൾ, ഹീ ലുക്ക്ഡ് അറ്റ് ദ ഗാർഡൻ ആൻഡ് സെഡ് പൂന്തോട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബില്ലി യു ഹാവ് ടു ഹെൽപ്പ് മീ റിപ്പയർ ദാറ്റ് ഫ്ലവർ ബെഡ്. യു ഹാവ് ടു ഹെൽപ്പ് മീ നീ എന്നെ സഹായിക്കണം. റിപ്പയർ നന്നാക്കാൻ, ദാറ്റ് ഫ്ലവർ ബെഡ് എന്നാൽ പൂമെത്ത, ആ പൂമെത്ത നന്നാക്കാൻ നീ എന്നെ തീർച്ചയായിട്ടും സഹായിക്കണം, അച്ഛൻ ബില്ലിയോട് പറഞ്ഞു. ആൻഡ് വി മസ്റ്റ് സേവ് ടു ബൈ ന്യൂ ഫ്ലവർ പോട്ട്സ് ടു. വി മസ്റ്റ് സേവ് നമ്മൾ തീർച്ചയായിട്ടും മിച്ചം വയ്ക്കണം. ടു ബൈ വാങ്ങിക്കാൻ, ന്യൂ ഫ്ലവർ പോട്ട്സ് ടു പുതിയ പൂച്ചട്ടികൾ വാങ്ങിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും പണം മിച്ചം വയ്ക്കുകയും വേണം. ബില്ലി വാസ് ഷോക്ക്ഡ് ബില്ലി ഞെട്ടിത്തരിച്ചു. വർക്കിംഗ് ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഹീ തോട്ട് അവൻ വിചാരിച്ചു. നെവർ ഇല്ല ഒരിക്കലുമില്ല. അറ്റ് ഡിന്നർ ടൈം ബില്ലി ത്രൂ എ ടാൻട്രം. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബില്ലി അവരോട് ദേഷ്യപ്പെട്ടു. ഹി പുഷ്ഡ് അവേ ഹിസ് പ്ലേറ്റ്. ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഹി അവൻ പുഷ്ഡ് അവേ എന്താണ്, തള്ളി മാറ്റി. ഹിസ് പ്ലേറ്റ് അവൻ്റെ പാത്രം തള്ളി മാറ്റി. ഐ ഡോണ്ട് വാണ്ട് ദിസ് എനിക്കിത് വേണ്ട.
ഗിവ് മീ സംതിങ് എൽസ് ഹി ഡിമാൻഡഡ് ഔട്ട്റൈറ്റ്. ഗിവ് മീ സംതിങ് എൽസ് എനിക്ക് മറ്റെന്തെങ്കിലും തരൂ. ഹി ഡിമാൻഡഡ് അവൻ ആവശ്യപ്പെട്ടു. ഔട്ട്റൈറ്റ് എന്നാൽ പെട്ടെന്ന്, തുറന്ന മനസ്സോടെ, സമ്പൂർണമായി. ഇതൊക്കെയാണ് അർത്ഥം. എവരിവൺ വെൻ്റ് ഓൺ ഈറ്റിംഗ് കാംലി. എല്ലാവരും ശാന്തമായി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. അവനെ ഗൗനിച്ചില്ല എന്ന് അർത്ഥം. കാംലി എന്നാൽ ശാന്തമായി, ശാന്തതയോടെ. ബില്ലി റഷ്ഡ് ഓഫ് ടു ഹിസ് റൂം വിത്തൗട്ട് ഡിന്നർ. ബില്ലി അത്താഴം കഴിക്കാതെ പെട്ടെന്ന് അവൻ്റെ റൂമിലേക്ക്. നോ വൺ കോൾഡ് ഹിം. ഹി ഫെൽ അസ്ലീപ്. നോ വൺ കോൾഡ് ഹിം ഒരാളും അവനെ വിളിച്ചില്ല. ഹി ഫെൽ അസ്ലീപ് അവൻ ഉറക്കത്തിലാണ്ടു. ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് വെൻ്റ് ഓൺ ഇൻ ദ സെയിം വേ. ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് അടുത്ത കുറച്ച് ദിവസങ്ങൾ. വെൻ്റ് ഓൺ ഇൻ ദ സെയിം വേ അതുപോലെ തന്നെ കടന്നുപോയി. ബൈ ദ എൻഡ് ഓഫ് ദ ആഴ്ചാവസാനത്തോടെ. ഗ്രാനീസ് പ്ലാൻ ഹാഡ് വർക്ക് മുത്തശ്ശിയുടെ പദ്ധതി ഫലം കണ്ടു. ബില്ലി ഹാഡ് ബിക്കം എ ചിയർഫുൾ റെസ്പോൺസിബിൾ ഫെലോ. ബില്ലി ഒരു ശുഭാപ്തി വിശ്വാസമുള്ളവനും ഉത്തരവാദിത്വ ബോധമുള്ളവനും ആയി തീർന്നിട്ടുണ്ടായിരുന്നു. ഫെലോ എന്നാൽ വ്യക്തി എന്നാണ് അർത്ഥം. റെസ്പോൺസിബിൾ ഫെലോ ഉത്തരവാദിത്വമുള്ള വ്യക്തി. ചിയർഫുൾ എന്നാൽ സന്തോഷപൂർണമായ, ഉത്സാഹഭരിതനായ. ഇതൊക്കെയാണ് അർത്ഥം. ഹാഡ് ബിക്കം എന്നാൽ ആയി തീർന്നിട്ടുണ്ടായിരുന്നു. മോറൽ ഗുണപാഠം. ബി ചിയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ. ഉത്സാഹമുള്ളവനും ഉത്തരവാദിത്വ ബോധമുള്ളവനുമായിരിക്കുക.